നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ആത്മാ പൊതുശ്മശാനത്തിലെ ഗ്യാസ് പഞ്ചായത്ത് പ്രസിഡന്റ് കട്ടുവിറ്റുവെന്നാരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപനവും യാത്രയയപ്പും നടന്നു. വലപ്പാട് പഞ്ചായത്തിലെ ഉയർന്ന ഭൂമിയുടെ ന്യായവില പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസ് ധർണ. തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 1 മുതൽ 11 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു. വിശദാംശങ്ങൾ നോക്കാം. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ആത്മാ പൊതുശ്മശാനത്തിലെ ഗ്യാസ് പഞ്ചായത്ത് പ്രസിഡന്റ് കട്ടുവിറ്റുവെന്നാരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. അവസാനം 1 ലക്ഷത്തിലധികം രൂപ നാട്ടിക പഞ്ചായത്തിന്റെ വകയായി തളിക്കുളം മാളിയേക്കൽ ഏജൻസീസ് നൽകാനുള്ളതിനാൽ അവിടെ നിന്ന് നൽകുന്ന ഗ്യാസ് വിതരണം നിർത്തിവെച്ചു. ഇന്ന് മാളിയേക്കൽ ഉടമ ഹുസൈനുമായി സംസാരിച്ചപ്പോൾ ഏകദേശം 1 ലക്ഷത്തിലധികം രൂപ തളിക്കുളത്തെ ഏജൻസിക്ക് മാത്രം നാട്യ പഞ്ചായത്ത് നൽകാനുണ്ട്. വീണ്ടും സമരമായി വന്നപ്പോഴാണ് പുതിയ ഏജൻസിക്ക് നൽകുകയും ആ ഏജൻസിയിൽ നിന്ന് ഗ്യാസ് സ്വരൂപിച്ചുകൊണ്ടാണ് പൊതുശ്മശാനത്തിൽ വാതക ശ്മശാനത്തിൽ ബോഡി സംസ്കരിക്കുന്നതിനുള്ള ഗ്യാസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് 5 കുറ്റി ഗ്യാസ് മാത്രമല്ല ഗ്യാസ് സിലിണ്ടർ കാണാനില്ല. ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് മാസമാസം ചെലവഴിക്കുന്ന സംഖ്യ ഉപയോഗിച്ച് വാങ്ങിയ ഗ്യാസ് കുറ്റി 5 കുറ്റി, ഏകദേശം 17.5 കിലോ 19 കിലോ ഉപയോഗമുള്ള ഗാർഹിക ഉപയോഗത്തിലുള്ള ഗ്യാസ് കുറ്റിയല്ല, വലിയ കുറ്റി കാണാനില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് അത് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് അത് മറിച്ചു കൊടുത്തു എന്നാണ് ഞങ്ങൾ പരസ്യമായിട്ടാണ് ആരോപണം ഉന്നയിക്കുന്നത്. പൊതുശ്മശാനത്തിലെ ഗ്യാസും ഗ്യാസ് സിലിണ്ടറും കാണാതായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിക്കുവാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാകാത്തത് ഗ്യാസ് മോഷണത്തിൽ പ്രസിഡന്റിനും പങ്കുള്ളതുകൊണ്ടാണെന്ന് CM നൌഷാദ് ആരോപിച്ചു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, TV ഷൈൻ, CS മണികണ്ഠൻ, PC മണികണ്ഠൻ, KV സുകുമാരൻ, PK നന്ദനൻ, മധു അന്തിക്കാട്ട്, KR ദാസൻ എന്നിവരും സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി മാധവൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ്, സുധി ആലയ്ക്കൽ, റാനിഷ് K രാമൻ തുടങ്ങിയവരും ധർണയ്ക്ക് നേതൃത്വം നൽകി. അന്തിക്കാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബാസ്ത്യനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടികയറി. വെള്ളിയാഴ്ച രാവിലെ നടന്ന ആഘോഷമായ ദിവ്യബലിക്കും തുടർന്ന് നടന്ന കൊടിയേറ്റത്തിനും വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി കാർമ്മികത്വം വഹിച്ചു. ജനുവരി 18, 19, 20 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ചടങ്ങുകൾക്ക് മദർ സുപ്പീരിയർ ധന്യ, കൈക്കാരന്മാരായ റാഫേൽ കുരുതുകുളങ്ങര, ജോസഫ് താണിക്കൽ, ജോണി ചിരിയങ്കണ്ടത്ത്, ജനറൽ കൺവീനർ നെൽസൺ ചെറിയത്ത്, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാടക മത്സരത്തിൽ A ഗ്രേഡും സ്പെഷ്യൽ ജൂറി അവാർഡും കരസ്ഥമാക്കിയ വിഷ്ണുറാം നമ്പീശനെ വസതിയിലെത്തി പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം അനുമോദിച്ചു. സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റഡി സെന്റർ ചെയർമാൻ ആൻഡോ തൊറയൻ വിഷ്ണുറാമിനെ ഷാൾ അണിയിച്ച് അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, താനൂർ ഗ്രാമപഞ്ചായത്തിനും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയ്ക്കും കേരള സംസ്ഥാനത്തിനും ഏറെ അഭിമാനകരമായ നേട്ടം കൈവരിച്ചിട്ടാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ നാടകത്തിലെ A ഗ്രേഡ് വാങ്ങിക്കൊണ്ട് വിഷ്ണുറാം നമ്മോടൊപ്പമായിരിക്കുന്നത്. ആദ്യമേ തന്നെ നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും വിഷ്ണുറാമിന് നേരുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്ത് വളർന്നു വരുന്ന ഏത് കലാകാരനായാലും അതുപോലെ സാഹിത്യ രംഗത്തായാലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തായാലും കായിക രംഗത്തായാലും അവരെയൊക്കെ പരിപോഷിപ്പിക്കുകയും അവർക്കൊക്കെ വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം.
പ്രശസ്ത സിനിമാ താരം വിനീത് തട്ടിൽ ഉപഹാരം കൈമാറി. സ്റ്റഡി സെന്റർ ഭാരവാഹികളായ നിസാർ കുമങ്കണ്ടത്ത്, ഷക്കീർ ചെമ്മാപ്പിള്ളി, വില്ലി പട്ടത്താനം, റിജു കണക്കന്തറ എന്നിവർ പ്രസംഗിച്ചു. ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയും പെരുങ്ങോട്ടുകര കിഴക്കേനട രാജു പ്രീത ദമ്പതികളുടെ മൂത്ത മകനാണ് വിഷ്ണു റാം നമ്പീശൻ. ഈ ഒരു അവാർഡ് തരാൻ ഒരു അനുമോദനം തരാൻ മനസ്സിലാണിച്ച ആന്റണികൾക്കും വിനീതങ്ങൾക്കും രാമചന്ദ്രനിക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ എന്നെ ഇവിടെ വരെ എത്തിക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അച്ഛനെ അനിയത്തിനെയാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ നാടകം കളിക്കുമ്പോൾ ഇതിങ്ങനെ ഓരോരോ സീന് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് കേൾക്കുക, അതിനനുസരിച്ചുള്ള അഭിപ്രായം പറയുകളൊക്കെ ചെയ്യണ ആളാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷം. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന കലോത്സവം സാന്ത്വനം സംഘടിപ്പിച്ചു. KC കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിൽ നടന്ന വയോജന കലോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK ഫാൽഗുനൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, പഞ്ചായത്ത് അംഗങ്ങളായ PA ഷമീർ, BB ജയൻ, PH ബാബു, ICDS സൂപ്പർവൈസർ CK ഷീബ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. കഴിഞ്ഞകാലത്ത് ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ ഇപ്പോൾ വെറുതെയിരിക്കുമ്പോൾ തന്നെ ഒരു മൂളിപ്പാട്ടം പാടി ഇരിക്കുന്ന ആ പാട്ട് ഒന്ന് ഓർമ്മപ്പെടുത്തി ഒന്ന് പുതുക്കി പരസ്പരം നമ്മുടെ പഞ്ചായത്തിലെ വയോജനങ്ങൾ പരസ്പരം സംസാരിക്കുക, പരസ്പരം ഒന്ന് പാടുക, പരസ്പരം ഒന്ന് ചിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഉല്ലാസം, ആ ഉല്ലാസത്തിന് വേണ്ടിയാണ് ജനുവരി 13, 14 തീയതികളിൽ നടക്കുന്ന കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി വലിയുള്ളാഹി കാർന്നൂരുപ്പാപ്പയുടെ 142-ാം ആണ്ട് നേർച്ചയുടെ വിളംബര കൊടിയേറ്റം നടത്തി. ജുമാ നമസ്കാരത്തിന് ശേഷം കാഞ്ഞിരപ്പള്ളി കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഖാദർ കാട്ടിലപ്പിടികയിൽ കൊടിയേറ്റം നിർവഹിച്ചു. കാഞ്ഞിരപ്പള്ളി ഖത്തീബ് അനസ് അൻവരി വേന്മനാട് പ്രാർത്ഥന നിർവഹിച്ചു. തിങ്കളാഴ്ച രാത്രി 8:30-ന് റിഫായി റാത്തീബ്, ചൊവ്വാഴ്ച രാവിലെ 11-ന് കൊടി ഉയർത്തൽ, തുടർന്ന് കൂട്ട സിയാറത്ത്, ഖത്തം ദുവ, 11:30 മുതൽ 1:30 വരെ ഭക്ഷണ വിതരണം, ഉച്ചയ്ക്ക് 2:30 മുതൽ കലാപരിപാടികൾ, രാത്രി 8 മണിക്ക് സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരത്തിന്റെ മതപ്രഭാഷണം എന്നിവയാണ് പ്രധാന പരിപാടികൾ. മറ്റ് വാർത്തകൾക്ക് മുമ്പ് ഒരിടവേള. തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 1 മുതൽ 11 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു. 11-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ തിറവെള്ളാട്ടിന്റെ മർമ്മപ്രധാനമായ രൂപക്കളം തൊഴൽ. ഈ ധന്യമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. Manappuram Geeta Ravi Public School, the joy of learning. നിങ്ങൾ അറിഞ്ഞോ മൈ സ്റ്റോർ 5ാം വർഷത്തിലേക്ക്? നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. നിങ്ങൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് എന്തിനു കാത്തിരിക്കണം? അതിലും വിലക്കുറവിൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകാം സ്മാർട്ട് ഫോണുകൾ, മൊബൈൽ ആക്സസറീസ്, ഒപ്പം നിരവധി സമ്മാനങ്ങളും. നിങ്ങൾക്കിഷ്ടപ്പെട്ട സ്മാർട്ട് ഫോണുകൾ ചെറിയ മാസത്തവണയിൽ, അതും പലിശയില്ലാതെ. ഫോണിലെ ഡാറ്റ ഒന്നും നഷ്ടമാകാതെ നിങ്ങളുടെ മുന്നിൽ വെച്ചു തന്നെ റിപ്പയർ ചെയ്തു നൽകുന്നു. ഫോൺ ഏതുമാകട്ടെ, ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് മുന്നിൽ. മൈ സ്റ്റോർ ഇനി എന്നും നിങ്ങളോടൊപ്പം. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ.
AJ Gold and Diamonds, Triprayar Junction. Christmas and New Year offer. 1 പവൻ സ്വർണം വാങ്ങുന്നവർക്ക് പട്ടുസാരി ചുരിദാർ സമ്മാനം. ഓരോ പർച്ചേസിനും ഒട്ടനവധി സമ്മാനങ്ങൾ. എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ ഇളവുകൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% ഡിസ്കൗണ്ട്. ഏത് ഷോപ്പിൽ നിന്നും എടുത്ത ഡയമണ്ട് ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുവാനും ക്യാഷ് ആക്കുവാനും സൗകര്യം. 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. 5 പവൻ മുതലുള്ള കല്യാണ സെറ്റുകൾ ഹോൾസെയിൽ വിലയിൽ. 18 കാരറ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ബേബി കളക്ഷൻസ്, ചെയിൻ, വള, അരഞ്ഞാണം, പാദസ്വരം മൊത്തം 1 പവനിൽ. AJ Gold and Diamonds, Triprayar Junction. Lightweight gold, diamond, silver jewelry. 916 wholesale and retail. Phone 6. അർച്ചന സിൽക്സ് ട്രിപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. വാർത്തകൾ തുടരുന്നു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപനവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. 75 കുട്ടികൾ അണിനിരന്ന് അവതരിപ്പിച്ച പ്രാർത്ഥനയോടെ പരിപാടികൾ ആരംഭിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. 75ാം വാർഷിക സ്മരണയ്ക്കായി സ്കൂളിന്റെ സ്റ്റാമ്പ് പ്രകാശനം നടത്തി. അപ്പോൾ അവരൊക്കെ നമ്മോട് സംസാരിക്കും എന്നുള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എൻ്റെ ഓർമ്മ വന്നത് നമ്മുടെ സെൻറ് ആന്റണീസ് സ്കൂളിൻ്റെ ഏരിയകളെ കുറിച്ച് പറയേണ്ടായി. ഒന്ന് അത്തിക്കാട് ഗ്രാമപഞ്ചായത്ത്, മറ്റൊന്ന് താനം ഗ്രാമപഞ്ചായത്ത്, മറ്റൊന്ന് ചാഴൂർ ഗ്രാമപഞ്ചായത്ത്. എല്ലാ പഞ്ചായത്തിൻ്റെയും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒട്ടടങ്ങിക്കൊണ്ടാണ് നമ്മുടെ പുത്തുപ്പടിയിലുള്ള സെൻറ് ആന്റണീസ് സ്കൂൾ നിലകൊള്ളുന്നത്. വളരെയേറെ ചരിത്ര പ്രധാനമുള്ള അന്തിക്കാടിൻ്റെയും ഇരു പഞ്ചായത്തുകളിൽ ചരിത്രമുള്ള ഒരു സ്കൂളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പഴയകാല അനുഭവങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മുടെ പടിയുള്ള ഫാദർമാരോട് ആ ചരിത്രങ്ങൾ തുറന്നു പറയുന്നതാണ്. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര അധ്യക്ഷനായി. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ജോയ് അടമ്പുംകുളം വിരമിക്കുന്ന ഹെഡ്മിസ്ട്രസ് സീന CO, ക്ലർക്ക് ഷാജു MD എന്നിവരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥിയും സിനിമാ താരവുമായ TP സജിൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. തൃശൂർ DO ഡോക്ടർ A അൻസാർ എൻഡോമെന്റ് വിതരണവും സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി സമ്മാനദാനവും നിർവഹിച്ചു. വുഷു, കരാട്ടെ എന്നിവയിൽ സംസ്ഥാന വിജയി ലക്ഷ്മി KSനെ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അനുമോദിച്ചു. പൂർവ്വ വിദ്യാർത്ഥി പോൾസി കുര്യൻ സ്നേഹത്തൂവൽ സപ്ലിമെന്റ് പ്രകാശനം നടത്തി. രാകേഷ് AP, മെറിൻ ജോണി എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KS മോഹൻദാസ്, സൈമൺ തെക്കത്ത്, ശുഭ സുരേഷ്, ജനപ്രതിനിധികളായ VN സുർജിത്ത്, K കൃഷ്ണകുമാർ, മിനി ആൻഡോ തൊറയൻ, സഹവികാരി ജോബിഷ് പാണ്ഡ്യാമാക്കൽ, PTA പ്രസിഡന്റ് ജിയോ K മാത്യു, പ്രിൻസിപ്പൽ ലിൻസി A ജോസഫ്, സിനി സോളമൻ എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ ലയൺസ് ക്ലബ്ബിൽ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുടെ ഒഫീഷ്യൽ വിസിറ്റ് T ജയകൃഷ്ണൻ നിർവഹിച്ചു. പലപ്പോഴും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വാല്യൂ നമുക്ക് പലർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഇന്ന് വേറൊരു പ്രസ്ഥാനമില്ല. 1917 തുടങ്ങിയ ഈ പ്രസ്ഥാനത്തിന്റെ സാമ്യപ്പെടുത്താൻ വേറൊരു പ്രസ്ഥാനം ഇന്ന് ലോകത്തെവിടെയില്ല. 107 വർഷം പിന്നിടുമ്പോഴും ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത് ലയൺസ്
ക്ലബ് ഇന്റർനാഷണൽ തന്നെയാണ്. 1917 അമേരിക്കയിൽ തുടങ്ങി, കാനഡയിൽ രണ്ടാമത് ഇന്റർനാഷണൽ കൺവെൻഷൻ സ്റ്റാർട്ട് ചെയ്ത് ലോകത്തെമ്പാടും ഇന്ന് 200-ലധികം രാഷ്ട്രങ്ങളിൽ ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മരണപ്പെട്ടവരെയും പരിക്കേറ്റവരെയും രക്ഷിക്കാനായിട്ട് വോളണ്ടിയർ സർവീസ് ആയിട്ടാണ് ചൈനയിൽ അതിനെ ശ്രമിച്ചത്. ഒരു സംഘടനയ്ക്ക് പോലും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ചൈനയിൽ അനുമതി ഉണ്ടായിട്ടില്ല. എന്നാൽ ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ പ്രവർത്തനം കണ്ടുകൊണ്ട് ക്ലബ്ബുകൾ രൂപീകരിക്കാനുള്ള ഒരു അനുമതി കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ചൈനയിൽ നൽകുകയുണ്ടായി. ക്ലബ് പ്രസിഡന്റ് PR മോഹൻദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റീജിയൻ ചെയർപേഴ്സൺ മദനകുമാർ PS ഉണ്ണികൃഷ്ണൻ, MM ദിനേശൻ, അമൃത ജയകുമാർ, ശങ്കരനാരായണൻ, AP രാമകൃഷ്ണൻ, ഹരിലാൽ പണിക്കശ്ശേരി, ഡോക്ടർ EK രാമചന്ദ്രൻ, PK രാജശേഖരൻ, ES ശിവദാസൻ, ശ്രീദിൽ ലാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മതളം, കേളിയിലും ചെണ്ടയിലും A ഗ്രേഡ് നേടിയ ശ്രീനിധിൽ സൈഗാളിനെ താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് ഹൃദയത്തിൽ എന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ വസതിയിലെത്തി ഷാൾ അണിയിച്ചും മധുരം നൽകിയും അനുമോദിച്ചു. ADS പ്രസിഡന്റ് വിജയപ്രകാശൻ, ആശാവർക്കർ സുശീല രാജൻ, അംഗൻവാടി അധ്യാപിക സതി രംഗൻ, ഹെൽപ്പർ നിമ്മി, രേണുക റിജു, കാഞ്ചന ധർമ്മരാജൻ, ഉഷ, ജോളി രാജൻ എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയും പെരിങ്ങോട്ടുകര കിഴക്കുമുറി കല്ലിങ്ങൽ സൈഗാൾ നിസ ദമ്പതികളുടെ രണ്ടാമത്തെ മകനുമാണ് ശ്രീനിധിൽ സൈഗാൾ. എന്നെ ആദരിക്കാൻ വന്ന വാർഡ് മെമ്പറും ടീച്ചർമാർക്കും വളരെ നന്ദി പറയുന്നു. എന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ വിനായകാശാൻ നന്ദി പറയുന്നു. എൻ്റെ അമ്മയും അച്ഛനാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്, ആണങ്ങാടിൻ്റെ ഇതിൽ പഠിപ്പിക്കാൻ ചേർത്തത്. അതിലും ഞാൻ നന്ദി പറഞ്ഞു. താന്യം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം പദ്ധതി പ്രകാരം കൃഷിഭവൻ മുഖേന വിതരണം നടത്തുന്ന HDP ഇ-പോട്ട് വിതരണ ഉദ്ഘാടനം കൃഷിഭവനിൽ നടത്തി. 360 ഉപഭോക്താക്കൾക്കാണ് വിതരണം നടത്തുക. 3,31,000 രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് വിതരണ ഉദ്ഘാടനം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, വാർഡ് മെമ്പർമാരായ ആൻഡോ തൊറയൻ, മീന സുനിൽ, സനിത സജ്ജൻ, കൃഷി ഓഫീസർ രൺദീപ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. രൂപ ഉൾപ്പെടുത്തിക്കൊണ്ട് HDP പോട്ടാണ് ഇന്നിവിടെ വിതരണം ചെയ്യുന്നത്. 360 ആളുകൾക്കാണ് ഇന്നിവിടെ ഈ പോട്ട് വിതരണം ചെയ്യുന്നത്. കുറേയേറെ ആളുകൾ താല്പര്യപൂർവ്വം വന്നതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഫണ്ട് വകയിരുത്തിക്കൊണ്ട് പദ്ധതി ഒന്ന് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരുക. ആദ്യം നമ്മൾ 25 പോട്ടാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ അത് നിജപ്പെടുത്തി ഒരു 10 പോട്ട് ഒരു വ്യക്തികൾക്കും, അതുപോലെ തന്നെ വളവും മണ്ണും മിക്സ് ചെയ്ത് കൊണ്ടിട്ടുള്ള ഒരു വളവും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ വെക്കാനായിട്ടുള്ള പച്ചക്കറി തൈയും വിതരണം നമ്മൾ ചെയ്യുന്നുണ്ട്. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ തിരുവള്ളാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി നടന്നു വന്നിരുന്ന നൃത്തസംഗീതോത്സവത്തിന് സമാപനമായി. സമാപന ദിനമായ വ്യാഴാഴ്ച അങ്ങാടിപ്പുറം ശ്രീദേവിയും സംഘവും അവതരിപ്പിച്ച പഞ്ചരത്ന കീർത്തനാലാപനം ആസ്വാദക ശ്രദ്ധ പിടിച്ചുപറ്റി. വൈകിട്ട് നടന്ന ചടങ്ങിൽ നൃത്തസംഗീതോത്സവത്തിൽ പങ്കെടുത്തവരെ അനുമോദിച്ചു. ടെലിവിഷൻ അവതാരികയും നടിയുമായ ആര്യ, ചലച്ചിത്ര താരം പ്രദീപ് ചന്ദ്രൻ, ബിഗ് ബോസ് ഫെയിം സിബിൻ, കൊച്ചി ഇൻകം ടാക്സ് കമ്മീഷണർ ഹരി IRS, മഠാധിപതി ഡോക്ടർ KK വിഷ്ണു ഭാരതീയസ്വാമി എന്നിവർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. നൃത്തസംഗീത അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. നൃത്തവിരുന്നും അരങ്ങേറി. വൈകിട്ട് നടന്ന ദീപാരാധനയ്ക്ക് ശേഷം ഓച്ചിറ ശിവദാസ്, കോട്ടപ്പടി ശിവദാസ് എന്നിവർ നാഗസ്വര കച്ചേരി അവതരിപ്പിച്ചു. തുടർന്ന് വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്ക് എഴുന്നള്ളിക്കൽ ചടങ്ങ് നടന്നു. വിനായക കാവടി സംഘത്തിന്റെ കാവടിയാട്ടം, ശിങ്കാരി കാവടി, കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യം, രാത്രി 1 മണിക്ക് മുത്തപ്പന്മാർക്ക് കളവും ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പിന്
ചലച്ചിത്ര താരം ജയറാമിന്റെ പഞ്ചാരി മേളം അകമ്പടിയാകും. ശനിയാഴ്ച തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ രൂപക്കളം തൊഴിൽ രാവിലെ 10 മുതൽ നടക്കും. മഠാധിപതി ഡോക്ടർ കെ വിഷ്ണു ഭാരതീയ സ്വാമി മുഖ്യ കാർമ്മികനാകും. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രം സെക്കൻഡറി പാലിയേറ്റീവ് സംഗമവും പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഡയാലിസിസ് കിറ്റുകളുടെയും കൊളോസ്റ്റമി ബാഗുകളുടെയും വിതരണം നടത്തി. ശ്രീനാരായണപുരം തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷയായി. സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സ് എ പി ഷിജി പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി കെ ചന്ദ്രബാബു, ശോഭന രവി, വിനീത മോഹൻദാസ്, എം എസ് മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ വത്സമ്മ, ഷീജ ബാബു, സെക്രട്ടറി കെ മധുരാജ്, സാമൂഹിക ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് സാനു എം പരമേശ്വരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളം ഇടയ്ക്ക് കിട്ടിയില്ലെങ്കിലും ടാപ്പിടുക, അങ്ങനെ കുറച്ച് ജോലികളാണ് അവരെ ഏൽപ്പിച്ചത്. പക്ഷെ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആരോഗ്യ പ്രവർത്തകരും സമൂഹമാകെ കൈകോർത്ത് നിന്ന് ഇടപെടേണ്ടുന്ന പുതിയ ഉത്തരവാദിത്വങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വന്നു ചെയ്യും. ഒരു 25 കൊല്ലം മുമ്പ് അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടായിരുന്നെങ്കിൽ അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്തിന് ഇത്തരമൊരു സംഗമം സംഘടിപ്പിക്കേണ്ടി വരുന്നു. ഇതിപ്പോൾ ഇവിടെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതനുസരിച്ച് 7 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി സെക്കൻഡറി പാലിയേറ്റീവ് ചികിത്സയ്ക്കും സഹായത്തിനൊക്കെ വേണ്ടി എത്രയോ 400 പേർക്ക് റിപ്പോർട്ടിൽ നമ്മൾ വായിച്ചത് 400. അതിൽ തന്നെ 286 പേർ വൃക്ക രോഗം ബാധിച്ചവരാണ്. വിവിധ സഹായങ്ങൾ നൽകി വരുന്നത് 286. കാഞ്ഞാണി തൃക്കുന്നത്ത് ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീ മഹാദേവന്റെ പിറന്നാൾ ധനുമാസത്തിലെ തിരുവാതിര നാളായ ജനുവരി 13 തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രഞ്ജിത്ത് മുടവങ്ങാട്ടിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 5 മണിക്ക് നട തുറക്കൽ, 5:30 ഗണപതി ഹോമം, തുടർന്ന് ക്ഷേത്ര ചടങ്ങുകൾ, 6 മുതൽ 7 വരെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമജപം, 7 മുതൽ 10 വരെ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീരുദ്ര ധാര ജപം എന്നിവയും രാവിലെ 11 തിരുവാതിര കഞ്ഞി വിതരണവും നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രിമാരായ പഴങ്ങാപ്പറമ്പ് മന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും വടക്കേടത്ത് താമരപ്പള്ളി മന ദാമോദരൻ നമ്പൂതിരിയും കാർമ്മികരാകും. തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ സ്ഥാപിച്ച 16 CCTV ക്യാമറകളുടെ പ്രവർത്തന ഉദ്ഘാടനവും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം സംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റ് കോലാട്ട് ഭരതൻ, മാനേജർ രാമചന്ദ്രൻ വെളുത്തേടത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃക്കുന്നത്ത് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ഈ വരുന്ന തിങ്കളാഴ്ച ജനുവരി 13 ഭക്ത്യാദരപൂർവ്വം ജനങ്ങളുടെ
എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി സമുചിതമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരിടവേള കൂടി. നിങ്ങൾ ഒരു സ്കിൽഡ് വർക്കറാണോ എങ്കിൽ ചെറുതും വലുതുമായ എല്ലാവിധ പവർ ടൂളുകൾക്കും ഹാർഡ് ടൂളുകൾക്കും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, പാർട്സ് അവൈലബിലിറ്റി, ക്വാളിറ്റി, ലോങ് ടേം യൂസബിലിറ്റി എന്നിവ ഉറപ്പു നൽകുന്ന കോസ്റ്റൽ ക്ലോക്കിൽ നിന്ന് തന്നെ ടൂളുകൾ വാങ്ങൂ. ഒപ്പം ഡോക്ടർ ടൂൾസിന്റെ ലൈഫ് ടൈം സർവീസ് സപ്പോർട്ടും ഉറപ്പാക്കൂ. കോസ്റ്റൽ ക്ലോക്ക്, കംപ്ലീറ്റ് പവർ ടൂൾ സൊല്യൂഷൻ, ഇപ്പോൾ തളിക്കുളത്തും ചാവക്കാടും. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഹായ്, അശ്വിൻ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇന്ന് പോയില്ലടോ, ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറിയിലാ. ഏത് ജ്വല്ലറിയാ? ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. ഇഷാര. ഓക്കെ, ബൈ ഐഷ, കാണാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിലാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സും ഗിഫ്റ്റും തമ്മിലൊരു ബന്ധമില്ല, മാച്ച് ആവണ. അതാണോ? ഐഷ, ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുതിയൊരു സംഭവം വന്നിട്ട്, ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇവിടെ നമ്മൾ 4 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ പർച്ചേസിനും നമുക്ക് ഇതിന് കാർഡ് ചൂസ് ചെയ്യാം. അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗ്യം അനുസരിച്ച് നമുക്ക് വമ്പൻ സമ്മാനങ്ങൾ നേടാൻ സാധിക്കും. കൂടാതെ 2024 ഡിസംബർ 20 മുതൽ 2025 ജനുവരി 31 വരെയുള്ള ലക്കി ഡ്രോയിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് വമ്പൻ സമ്മാനമായ ഈ ഡയമണ്ട് നെക്ലേസ് ആണ്. വാർത്തകൾ തുടരുന്നു. വലപ്പാട് പഞ്ചായത്തിലെ ഉയർന്ന ഭൂമിയുടെ ന്യായവില പിൻവലിക്കുക, ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ സർക്കാർ തയ്യാറാകുക, അദാലത്തുകൾ സംഘടിപ്പിച്ച് ന്യായവിലയിൽ അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി വലപ്പാട് വില്ലേജ് ഓഫീസ് മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഭൂമിക്ക് നമുക്ക് അവകാശമുണ്ട് എന്ന് പറയുന്ന ആളുകളുടെ മുമ്പിൽ വന്നിട്ടാണ് നമ്മൾ ഒരു കാര്യത്തിന് സമരം ചെയ്യുന്നത്. ഭൂമിയുടെ അവകാശികൾ നമ്മൾ തന്നെയാണോ എന്ന് ഒരാൾ നമ്മളോട് ചോദിച്ചാൽ അത് തീർപ്പ് കൽപ്പിക്കേണ്ടത് വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസിൽ പോയി വില്ലേജ് ഓഫീസർ നമുക്ക് കൃത്യമായി പറയുന്നത് നിങ്ങളുടെ ഭൂമി തന്നെയാണ്. എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ വന്ന് വില്ലേജ് ഓഫീസറുടെ മുമ്പാകെ തീർപ്പാക്കുന്നതാണ് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ നേരത്തെ ഇവിടെ സന്തോഷ് മാഷ് സൂചിപ്പിച്ചതുപോലെ ഭൂമിയുടെ ഫെയർ വാല്യൂമായി ബന്ധപ്പെട്ട് വലപ്പാട് വില്ലേജിൽ മാത്രം ക്രമാതീതമായി ശാസ്ത്രീയമല്ലാതെ വലിയ തുക ഫെയർ വാല്യൂവായി ഈടാക്കുന്നത് ഇവിടെ ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കേണ്ടത്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് വന്ന ക്രമക്കേടാണെങ്കിൽ ആ ക്രമക്കേട് തിരുത്തേണ്ട ഉത്തരവാദിത്വം കൃത്യമായും സർക്കാർ ഉണ്ടായിരുന്നു. ഇത്രയും വർഷമായിട്ടും സർക്കാർ അത് തിരുത്താൻ തയ്യാറായിട്ടില്ല. സർക്കാർ അത് തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് അത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഫെയർ വാല്യൂ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS സന്തോഷ് അധ്യക്ഷനായി. മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശിഭ പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഫാത്തിമ സലീം, അജ്മൽ ഷരീഫ്, വൈശാഖ് വേണുഗോപാൽ, കരയാമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KH കബീർ, സുമേഷ് പാനാട്ടിൽ, VA ഫിറോസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരിപ്പായിൽ, INTUC മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് വാഴപ്പള്ളി, ഷെരീഫ്, ഉണ്ണികൃഷ്ണൻ വാഴപ്പള്ളി, ഷിബു നെടിയിരിപ്പിൽ, ദിനേശൻ എന്നിവർ സംസാരിച്ചു.
വലപ്പാട് വില്ലേജ് പരിധിയിൽ ഭൂമിയുടെ നിലവിലെ വിൽപ്പന വിലയേക്കാളും കൂടുതൽ തുക ഓരോ സർവേ നമ്പറിലും ഭൂമിയുടെ ന്യായവിലയായി സർക്കാരിലേക്ക് നൽകേണ്ടി വരുന്നത് മൂലം ഭൂമി വാങ്ങുന്നവർക്ക് യഥാർത്ഥ വിലയേക്കാൾ ഉയർന്ന വില സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ സർക്കാരിന് നൽകേണ്ടി വരുന്നുണ്ട്. ഭൂമിയുടെ കിടപ്പും തരവും നിശ്ചയിച്ച് ന്യായവില നിശ്ചയിക്കാത്തതുകൊണ്ട് വഴിയില്ലാത്ത ഭൂമികൾ വാങ്ങണമെങ്കിൽ പോലും നാഷണൽ ഹൈവേയിൽ നൽകേണ്ട ഉയർന്ന തുക ഭൂമിയുടെ ന്യായവിലയായി സർക്കാരിലേക്ക് നൽകണം. അതുമൂലം സാധാരണക്കാർക്ക് ഭൂമി വാങ്ങാൻ വലപ്പാട് വില്ലേജ് പരിധിയിൽ സാധിക്കുന്നില്ലെന്ന് സമരക്കാർ പറഞ്ഞു. പഞ്ചായത്ത് റോഡുള്ളതും നടവഴി ഉള്ളതുമായ ഭൂമികളുടെ ന്യായവില കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ തലത്തിൽ പരാതി നൽകുന്നവരുടെ പരാതി പരിഗണിക്കുന്നതിൽ വലപ്പാട് വില്ലേജ് ഓഫീസിലെ നിസ്സഹകരണം മൂലം വർഷങ്ങളായി പരാതികൾ പരിഹരിക്കാൻ കഴിയുന്നില്ലെന്നും ആരോപണമുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക നേതാവായ CM ജോർജിന്റെ ഓർമ്മദിനം വാടനപ്പള്ളി മർച്ചന്റ് അസോസിയേഷൻ അനുസ്മരിച്ചു. വാടാനപ്പള്ളി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ അർക്കലിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ അസോസിയേഷൻ സെക്രട്ടറി VR അരുണൻ, ട്രഷറർ മൊയ്തീൻ ചാരുത, യൂത്ത് വിംഗ് പ്രസിഡന്റ് ജോസഫ്, വനിതാ വിംഗ് നിയോജകമണ്ഡലം ചെയർപേഴ്സൺ ബീന ബാബു എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുൻ പ്രസിഡന്റുമാരായ VS സുഗതൻ, ഉസ്മാൻ, വനിതാ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റഹ്മാബി, സലീം ബ്രീസ്, ബാബു അക്ഷര, ദേവദാസ്, ഫ്രാൻസിസ് PV, യേശുദാസ്, അന്ന, ബഷീർ പുളിക്കൽ, മേരി ലോനപ്പൻ, വാഹിദ കേരള, കൃഷ്ണമൂർത്തി, ധന്യ എന്നിവർ നേതൃത്വം നൽകി. കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന കണ്ടശങ്കടവ് കാൻഡസ് ആർട്സ് ക്ലബ്ബ് പുതിയ കലാകാരന്മാരെയും പ്രതിഭകളെയും കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രേഖീയം എന്ന പേരിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ സെന്റ് മേരീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലാണ് പരിപാടി നടക്കുക. ക്ലബ്ബ് 65 വർഷം പിന്നിടുമ്പോൾ ആദ്യമായിട്ടാണ് വിപുലമായ രീതിയിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നത്. മണലൂർ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിൽ നിന്നുമായി 450-ലധികം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും. വിജയികൾക്ക് ട്രോഫികളും ക്യാഷ് അവാർഡും നൽകും. വൈകിട്ട് 4-ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സംസ്ഥാന മുൻ ചീഫ് സെക്രട്ടറി പോൾ ആന്റണി സമ്മാനദാനം നിർവഹിക്കും. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് സംബന്ധിക്കും. വാർത്താസമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് തോമസ് തോട്ടുങ്ങൽ, സെക്രട്ടറി CT ആൻഡോ, രക്ഷാധികാരി AP ജോസ്, വൈസ് പ്രസിഡന്റ് ജോസഫ് പള്ളിക്കുന്നത്ത് എന്നിവർ പങ്കെടുത്തു. കൂളിമുട്ടം AM UP സ്കൂളിലെ കുട്ടികളിൽ കൗതുകമുണർത്തി AI ബഹുഭാഷ അധ്യാപിക നോവ. വടിയെടുക്കാതെ പഠിപ്പിച്ചും പാട്ടുപാടിയും കവിത ചൊല്ലിയും നോവ വിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ടതായി. ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. AI സാങ്കേതിക വിദ്യയിലൂടെ അധ്യാപിക എത്തിയപ്പോൾ കുട്ടികൾ അത്ഭുതം പൂണ്ടു. ഇംഗ്ലീഷ് ഭാഷയിൽ കുട്ടികൾക്ക് പ്രാവീണ്യം നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ മാനേജർ PM അബ്ദുൾ മജീദാണ് AI പദ്ധതി നടപ്പിലാക്കിയത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് CM മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനായി. സ്കൂൾ മാനേജർ PM അബ്ദുൾ മജീദ് പദ്ധതി വിശദീകരണം നടത്തി. കൊടുങ്ങല്ലൂർ DYSP VK രാജു മുഖ്യാതിഥിയായി സംബന്ധിച്ചു. വാർഡ് മെമ്പർ KK സഗീർ, പ്രധാന അധ്യാപകൻ VS സൂരജ്, സീനിയർ അധ്യാപിക ഖദീജ മദ്യകല്ലൻ, PTA വൈസ് പ്രസിഡന്റ് ഖനീഫ തുടങ്ങിയവർ സംസാരിച്ചു. ഡാനിയൽ മാസ്റ്റർ പുരസ്കാരം നേടിയ പ്രധാന അധ്യാപകൻ PS സൂരജിനെ ET ടൈസൺ MLA പൊന്നാടയണിയിച്ച് ആദരിച്ചു. 3-4 ഭാഷകളിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാൻ കഴിയുന്ന ഒരു റോബോട്ടിക് അല്ലെങ്കിൽ ടീച്ചർ വരുന്നത് നമ്മുടെ സ്കൂളിലാണ്. കയ്പമംഗലത്ത് മാത്രമല്ല, ചിലപ്പോൾ ജില്ലയിലെ തന്നെ ചിലപ്പോൾ ആദ്യത്തെ സ്കൂളായി മാറാനും സാധ്യതയുണ്ട്. വളരെ സന്തോഷം. നമ്മുടെ പുതിയ രീതികൾ നന്നായി ഫലപ്രദമായി നടപ്പാക്കുവാൻ നമ്മുടെ സ്കൂളിൽ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടികൾ പുതിയ യുഗത്തിലാണ്. ഞങ്ങൾ ഈ വേദിയിലിരിക്കുന്ന ആളുകൾ പഠിച്ച പോലെയല്ല കുട്ടികൾ പഠിക്കുന്നത്. ഞങ്ങൾ പഠിച്ച കാലത്തൊക്കെ ചെറിയ പരിമിതമായ സൗകര്യങ്ങളെ ഉണ്ടായുള്ളൂ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ടശങ്കടവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്ഥാപക പ്രസിഡന്റ് CM ജോർജിന്റെ 32ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ പ്രഭാഷണവും പുഷ്പാർച്ചനയും നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് ജോയ്മോൻ പള്ളിക്കുന്നത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി വർഗീസ് P ചാക്കോ, ട്രഷറർ PS സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ല കിരീടം നേടിയതിന്റെ വിജയാഹ്ലാദം ആഘോഷിച്ച തൃപ്പയാർ AUP സ്കൂൾ. 63ാമത് സംസ്ഥാന കലോത്സവത്തിൽ സ്വർണ്ണക്കിരീടം നേടിയതിലും മത്സരങ്ങളിൽ പങ്കെടുത്ത കലാകാരന്മാർക്കും കലാകാരിമാർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തി.
സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷാകർത്താക്കളും വിജയാഘോഷത്തിൽ പങ്കെടുത്തു. PTA പ്രസിഡന്റ് KK വിനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനാധ്യാപിക KR ഡോളി, സീനിയർ അധ്യാപകൻ ശ്രീനാഥ് വിജയൻ എന്നിവർ നേതൃത്വം നൽകി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചളിങ്ങാട് ഒറ്റത്തൈ സെന്ററിന് സമീപം വലിയകത്ത് മുഹമ്മദ് അലിയുടെ മകൻ ഷമീർ ആണ് മരിച്ചത്. മഹാരാഷ്ട്രയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് 1.5 മാസമായി മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. 28 വയസ്സായിരുന്നു. ഖബറടക്കം കാക്കാത്തിരുത്തി ബദർപള്ളി ഖബർസ്ഥാനിൽ നടക്കും. കാഞ്ഞാണി LP സ്കൂളിന് സമീപം താമസിക്കുന്ന കാളിപ്പറമ്പിൽ വാസു നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ആനക്കാട് പൊതുശ്മശാനത്തിൽ നടത്തും. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ആത്മാ പൊതുശ്മശാനത്തിലെ ഗ്യാസ് പഞ്ചായത്ത് പ്രസിഡന്റ് കട്ട് വിറ്റുവെന്നാരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപനവും യാത്രയയപ്പും നടന്നു. വലപ്പാട് പഞ്ചായത്തിലെ ഉയർന്ന ഭൂമിയുടെ ന്യായവില പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസ് ധർണ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.